വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടതുപോലെ ഇതൊരു സഡൻ ട്രിപ്പാണ് ഗേസ്. അത് ഞാൻ ഇറങ്ങുന്നതിന് ഇപ്പോൾ 1 മണിക്കൂർ മുന്നേ പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. ആക്ച്വലി ട്രിപ്പല്ല, ഇത് എൻ്റെ ഒരു ആവശ്യമായിട്ട് ഞാൻ പഠിച്ച സ്ഥലത്തോട്ട് പോയൊരു കാര്യമാണ് ഗേസ്. ഇതെൻ്റെ ഞാൻ ഹോസ്റ്റലിൽ എൻ്റെ സാധനങ്ങൾ എടുക്കാൻ പോയ ഒരു ഇതാണ്. അത് നമ്മൾ ട്രിപ്പ് പോലെ ആക്കി എടുത്തു. അതങ്ങനെയാണ്, ഞങ്ങൾ എവിടെ പോയാലും ട്രിപ്പ് പോലെ ആക്കി എടുക്കാറാണ് പതിവ്. പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ തീരുമാനിച്ചു. അങ്ങനെ സഡൻ പ്ലാൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. ബട്ട് ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഞാൻ കവർ ചെയ്തു. പക്ഷേ എനിക്ക് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് എൻ്റെ അനിയൻ പിന്നെ കുറച്ച് ഫ്രണ്ട്സായിട്ടാണ് പോയത്, തമിഴിൽ കണ്ടത്. ഓക്കെ, എന്തായാലും അവന് പോയി പിറ്റേ ദിവസം എക്സാം ഉള്ളതുകൊണ്ട് തന്നെ പോയിട്ട് ഇന്ന് രാത്രി പോയെങ്കിൽ നാളെ രാത്രി തിരിച്ചെത്തണമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കോയമ്പത്തൂർ എന്ന് പറയുന്നത് ഇവിടെ നിന്നൊരു 8-9 hours ഒക്കെ 8 hours ഒക്കെ ട്രാവൽ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയി സാധനം എടുത്തു, വൈകിട്ട് നമ്മൾ തിരിച്ചു, നമ്മൾ രാത്രി എത്തി. അങ്ങനെയാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ ഒരു സഡൻ പ്ലാൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേസ്. ഈ സഡൻ പ്ലാനൊക്കെ വരുമ്പോഴത്തേന് എനിക്ക് എന്തിലേലും എനിക്ക് ഡ്രസ്സ്, മേക്കപ്പ് ഐറ്റംസ്, സ്കിൻ കെയർ, ഈ 3 സംഭവങ്ങൾ എനിക്ക് കറക്റ്റായി കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് വീഡിയോ ഇൻട്രോ എടുക്കാനും കാര്യങ്ങളൊന്നും ഞാൻ നിന്നില്ല. ഞാൻ ആദ്യമേ ചെയ്തത് ഈ ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ട്രിവാൻഡ്രം പോയിട്ട് വേണമായിരുന്നു. ഫ്രണ്ട്സിനോട് കാറിൽ പോയത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഞാൻ ട്രെയിൻ നോക്കിയപ്പോഴത്തേനും 9:12 ട്രെയിന്. അപ്പോൾ പോവാൻ സത്യം പറഞ്ഞാൽ തീരുമാനിച്ചത് 7:45 ആ ഒരു ടൈമിലാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ, കുറച്ച് അങ്ങോട്ട് ആവുകൊണ്ട് അതുകൊണ്ട് കുറച്ച് ടൈം കിട്ടി. അതുകൊണ്ട് ഒരു 1 മണിക്കൂർ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി പെട്ടെന്ന് പോവുകയാണ് ചെയ്തത്. സോ അതുകൊണ്ട് എനിക്ക് ഇൻട്രോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾ ബാക്കിയുള്ള പോയ വിശേഷങ്ങൾ എല്ലാം നിങ്ങൾ പോയി കണ്ടോളൂ. അവസാനം കരച്ചിൽ, ബഹളം എല്ലാം ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ ഹോസ്റ്റല് മാറി വരുന്നതാണല്ലോ. സത്യം എൻ്റെ കോളേജ് ഹോസ്റ്റലിൽ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മാറിയതിൽ എനിക്കൊരു സങ്കടമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമായിരുന്നു. ഓഫ് കോഴ്സ് ഞാൻ അവരെ ഇനിയും കാണും. കണ്ണിലൊരു കുരു ഗൈസ്. എനിക്കിനി ഒരു കല്യാണമുണ്ട്, അടുത്ത ആഴ്ചക്ക് എനിക്കൊരു കല്യാണമുണ്ട്. മൂക്കിലൊരു കുരു വന്നിട്ട് പോയി. എനിക്ക് കല്യാണമൊക്കെ ആവുമ്പോഴേ വല്ല കുരു വരത്തുള്ളൂ. ഇനി പൈസ വെച്ച് താത്തണം. ഓക്കെ, അത് പോട്ടെ. എന്തായാലും അവിടെയുള്ള അവരെ ഞാൻ ഇനിയും കാണും എന്നെനിക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഞാനിപ്പോൾ പറഞ്ഞ ഒരു കല്യാണം, അതിലൊരു ആളുടെ ചേട്ടൻ്റെ കല്യാണമാണ്. അപ്പം എന്തായാലും അതിന് നമ്മൾ കാണും. ബട്ട് അവിടെ നമ്മൾ ഇനി ഒരിക്കലും ഒരുമിച്ച് ഉണ്ടാവത്തില്ല. അതാണ് വിഷമം. കാരണം ഒരു 4 month ഞാൻ അവരുടെ കൂടെ നിന്നിട്ടുണ്ടാവത്തുള്ളൂ. പക്ഷെ ആ 4 month എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് സ്ഥലം ഇഷ്ടമല്ല. സീരിയസ്ലി എനിക്ക് കോയമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലമേ എനിക്കിഷ്ടമല്ല. ഞാൻ വെറുത്തു പോയിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അത് അവിടെയാണ്. പക്ഷെ അവിടെ എനിക്ക് കുറച്ചെങ്കിലും അവിടെ എനിക്ക് പിന്നെ നിൽക്കണമെന്ന് തോന്നിപ്പോയത് ഇവരുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. പക്ഷെ അത് സീരിയസ്ലി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ശരിക്കും അത് ഞാൻ മിസ് ചെയ്തു. ഓക്കെ, എന്തായാലും അവരും ഇനി അവിടെ ഇല്ല. അവരും എന്നോടെ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് വേറൊരു റൂമിലോട്ട് പോയി. ഞാൻ തിരിച്ച് വീട്ടിലോട്ടും. സോ എന്തായാലും നല്ലൊരു സന്തോഷവും വിഷമമൊക്കെ ഉള്ളൊരു 1 day ട്രിപ്പായിരുന്നു. എന്തായാലും നിങ്ങൾ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ പോയി കണ്ടു. ഞാനിങ്ങനെ ഇനി സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, എന്തായാലും നിങ്ങൾ വീഡിയോ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ വല്ല മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. സോ ഗായ്സ്, ഞാനും അനിയനും കൂടെ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തി. അവിടെ വന്നപ്പോൾ 9:30 ട്രെയിൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ട്രെയിനും നോക്കിയിരുന്നു. ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെന്നൊക്കെ നോക്കിയിരുന്നു. ഞങ്ങൾ ഒരു കറക്റ്റ് 9 മണിയായപ്പോഴാണ് എത്തിയത്. പക്ഷേ ഒരു 9:20 ആയപ്പോഴത്തേനും ട്രെയിൻ വന്നായിരുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനൊക്കെ കയറി. ഇതിപ്പോൾ ട്രിവാൻഡ്രം സെൻട്രലിൽ ഞങ്ങൾ ഇറങ്ങി ഗൈസ്. സോ ഇനി ഇവിടെ കുറച്ച് പട്ടി പോസ്റ്റ് ആയിരിക്കും. കാരണം ഒരു ഫ്രണ്ട് വിളിക്കാൻ വരാനുണ്ട്. അവനാണെങ്കിൽ എനിക്ക് 2-3 മണിക്കൂറൊക്കെ പോസ്റ്റ് തന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പം എൻ്റെ അനിയനാണെങ്കിൽ ബേസിക്കലി അവൻ ഭയങ്കര ഒരു ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ ലവറാണ്.
അവൻ അതിനുള്ള കഴിവുമുണ്ട്. അതെനിക്കിഷ്ടമുള്ളൊരു കഴിവാണ്. കാരണം എനിക്ക് ആ കഴിവ് ഇല്ല. ഞാൻ ഏത് ആംഗിളിലെടുത്താലും അത് നന്നായി വരാറില്ല. പക്ഷെ അവൻ ഒരു ക്ലിക്ക് കളിക്കാലും അത് സൂപ്പറായി വരാറുണ്ട്. സോ അത്ഭുതം തന്നെ, ഇവൻ ഭയങ്കര വലിയ പട്ടി പോസ്റ്റ് ഇത്തവണ തന്നില്ല. എന്തെന്ന് എനിക്കറിയില്ല. പതിവിലും നേരത്തെ ചെക്കൻ എത്തിയിട്ടുണ്ട്. അവൻ്റെ മുഖം ഇപ്പോൾ കാണിച്ചു തരാം. ദേ അവനാണ്, അവിടെ നിന്നവനാണ്. ഓക്കെ, പിന്നെ ആൾക്കാരുടെ ഒരു ജോയിൻ്റ് ആയിരുന്നു. എണ്ണം പോകുന്തോറും എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കരിക്കിൻ ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. ഞാൻ കരിക്കിൻ ഷേക്ക് കുടിച്ചു, അവൻ എന്തൊക്കെയോ ജ്യൂസ് കുടിച്ചു. അതിനുശേഷം നമ്മൾ എന്തായാലും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ട്രിപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ച് വൈബും കാര്യങ്ങളായിരുന്നു. അപ്പം ഓരോരുത്തർക്കും ഓരോ ടൈമിലാണ് വിശക്കുന്നത്. ഇവന് വിശന്നു, അപ്പം ഇവന് കമ്പനിക്ക് വേണ്ടി ഞാനും കയറി. അങ്ങനെ ഇനിയിപ്പോൾ ഇവൻ്റെ കുറച്ച് കോപ്രായങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോളൂ, എൻജോയ് ചെയ്ത് കണ്ടോളൂ. ഓക്കെ, ടെൽ മീ അബൌട്ട് മൈ വ്ലോഗ്. ഹലോ എൻ്റെ വ്ലോഗിനെ പറ്റി പറ. വ്ലോഗ് വളരെ ഒരു വ്ലോഗാണ്. അതിനൊരിതാണ്, അതില്ലെങ്കിൽ അതിനൊരിതില്ല. ഞാൻ ഇടും, സത്യമായിട്ട് ഇടും. നിന്നെ നാട്ടിക്കുന്നു. അതുണ്ടെങ്കിൽ അതിനെഴുതുള്ളൂ, മനസ്സിലായ? അതാണ്. അല്ല, നമ്മളെവിടെ പോകണം, എന്തിനു പോകണമെന്ന് പറ. നമ്മള് ജോലിക്ക് പോകും. ആർക്ക്? ഒരു ജോലിയില്ലാത്തവരാണ് ഇവൻ. അവൻ ഏത് ജോലിക്ക് പോകുന്നത്? നമ്മൾ കഴിക്കാൻ പോകും. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഞാൻ അപ്പമാണ് ഗൈസ് കഴിച്ചത്, അവൻ ദോശയാണ് കഴിച്ചത്. എന്തായാലും അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇതിപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ കൊച്ചി ബീച്ചിൽ ഞങ്ങൾ ഇതെന്ത് മറൈൻ ഡ്രൈവ് മറൈൻ ഡ്രൈവിൽ വേറൊരു ക്ലിപ്പ് ഞാൻ എപ്പോഴും എടുത്തില്ല. ഇത് ജസ്റ്റ് സ്റ്റോറി ഇടാൻ വേണ്ടി എടുത്തതാണ്. അത് ജസ്റ്റ് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. കാരണം എപ്പോഴും നല്ല ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് നല്ല ഉറങ്ങി എണീറ്റപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. എനിക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. സോ ഞാനത് ക്യാപ്ചർ ചെയ്ത് വെച്ചു. അപ്പം നമ്മൾ എന്തായാലും ഇനി നേരെ കോയമ്പത്തൂരിലോട്ട് പോവുകയാണ്. കാരണം അധികം നമ്മൾ ആക്ച്വലി കുറച്ച് ഡിലേ ആക്കി തന്നെയാണ് പോയത്. കാരണം എന്തെന്ന് വെച്ചാൽ വെളുപ്പിനെ അവിടെ എത്തിയ കാര്യമില്ല. കാരണം ഉറങ്ങുന്ന അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ലാഗാക്കി തന്നെയാണ് പോയത്. ഇത് നിങ്ങൾക്കറിയാമായിരിക്കും സ്ഥലം, തൃശ്ശൂരുള്ള കുതിരാൻ ഒരു ഗുഹ പോലെ നല്ല സ്ഥലമാണ്. എനിക്ക് ഭയങ്കര നൊസ്റ്റു അടിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഞാൻ KSRTCയിലൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ സ്ഥലം കാണാൻ പറ്റത്തുള്ളൂ. ട്രെയിനിൽ വരുമ്പോൾ നമുക്ക് ഈ സ്ഥലം കാണാൻ പറ്റത്തില്ല. അപ്പോൾ KSRTCയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് പഴുത്ത് വന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് പോയി. അതിനിടയിൽ കയ്യിൽ സമൂസയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനത് ആക്ച്വലി എടുക്കാൻ വിട്ടുപോയി. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഓരോ സമൂസയൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടാണ് വന്നത്. ഓക്കെ, ഇതിൻ്റെ പുറത്തിങ്ങനെ ഇറങ്ങുമ്പോൾ എനിക്കില്ല താജ്മഹാളിൻ്റെ ഇതുപോലെ തോന്നുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. അങ്ങനെ ടോളെത്തി. ഓക്കെ, അങ്ങനെ ഞാൻ നല്ല ടയേർഡായി ഗൈസ്. കാരണം ഞാൻ ഉറങ്ങി എണീക്കുക ഇത് തന്നെയായിരുന്നു എൻ്റെ പരിപാടി. കാരണം ഉറങ്ങിയിട്ടേ ഇല്ല, ഒറ്റ സ്ട്രെച്ചിന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ ഉറങ്ങുന്നതേ ഉള്ളൂ. കാരണം എനിക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഡ്രൈവിംഗ് അറിയാം. അതുകൊണ്ട് അവർ തമ്മിൽ മാറി വണ്ടി ഓട്ടിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ ഉറങ്ങുന്നു, ഒരാൾ വണ്ടി ഓട്ടിക്കുന്നു, ബാക്കിയുള്ളവർ അങ്ങനെ. പിന്നെ അവരൊക്കെ സൂപ്പർ സ്ട്രോങ് ആണ്. അവരൊന്നും അങ്ങനെ ഉറങ്ങുന്നതേ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനാണ് ഇങ്ങനെ ചുമ്മാ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. എനിവേ എല്ലാവരും ഉറങ്ങാണ്ടൊക്കെ ഇരുന്ന് ടയേർഡായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. തിരിച്ചെത്തുന്നത് വരെയും അവൻ കണ്ണടച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. സീരിയസ്ലി അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഇങ്ങനെ കുറേ കോപ്രായങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണർന്നിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ ഉറക്കം അങ്ങനെ പോകുന്നുണ്ട്. റിയലി വെരി ഫണ്ണിയാണ് ഇവരെന്ന് പറയുന്നത്. ഇവരുടെ കൂടെ എനിക്ക് എവിടെ പോകാനും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവരൊക്കെ ഭയങ്കര ഫണ്ണി പീപ്പിളാണ്. എപ്പോഴും ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുക, ചിരിക്കുക, അങ്ങനെയൊക്കെയാണ്. സോ ഫൈനലി ഞങ്ങൾ കോയമ്പത്തൂരെത്തി. ഇത് ഞാൻ എൻ്റെ കോയമ്പത്തൂരിലെ വീഡിയോസൊന്നും അധികം ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഏതോ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഉക്കടം ലേക്കാണ്. എനിക്ക് ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ് ഗേസ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു സ്ഥലം തന്നെയാണെന്ന് പറയാം. വേറൊന്നും ഇഷ്ടമല്ല. ഇവിടെ വെറുതെയൊക്കെ ഇങ്ങനെ ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ സൂപ്പർ പ്ലേസാണ്.
സോ എൻ്റെ കോളേജിൻ്റെ, എനിക്ക് കാണുന്ന പോലും ഇഷ്ടമല്ലാത്ത എൻ്റെ കോളേജിൻ്റെ അവിടെ എത്തി ഗൈസ്. ഞാനിതിങ്ങനെ വീഡിയോ എടുത്ത് വയ്ക്കുമ്പോൾ തലതിരിച്ച് അങ്ങോട്ടിരിക്കുകയാണ്. ഒരു കാണുന്ന ബിൽഡിംഗ്, ആ ഒരു ഹിന്ദുസ്ഥാൻ ഹോസ്പിറ്റലിൽ നിന്നുള്ള ബോർഡ് വെച്ചേക്കുന്ന അതാണ് ഞാൻ പഠിച്ച സ്ഥലം. എനിക്ക് കാണുന്നതിന് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ എത്തില്ല എന്ന്. പക്ഷെ അവർക്കത് സസ്പെൻസായിപ്പോയി ഗൈസ്. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്നപ്പോഴത്തേനും 2 ഷോർട്സ് ഇട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇവൾ ഇറങ്ങിപ്പോലും വന്നില്ല. ഞാൻ ഷോർട്സ് ഇട്ടേക്കാണ്, വീഡിയോ കൊണ്ട് വരല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോലും വന്നിട്ടില്ല. പിന്നെ സ്നേഹമുള്ള പിള്ളേരാണ് ഗൈസ്. എനിക്ക് അവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് തന്നു. മലയാളി ഹോസ്റ്റലാണ് നമ്മൾ നിന്നുകൊണ്ടിരുന്നത്, അതുകൊണ്ട് മലയാളി ഫുഡാണ്. പിന്നെ ഇവൾ സൂപ്പർ സസ്പെൻസായി. കാരണം ഇവൾ പാലക്കാടാണ് അവരെ 2 പേരെയും വീട്, ഒരാളുടെ വീട് വേറെ സ്ഥലത്താണ്. അപ്പോൾ ഇവൾ അവിടെ നിന്ന് ഇവർ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പം ഇവൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിയത്തേ ഇല്ലായിരുന്നു. സൂപ്പർ സസ്പെൻസ് ആയിട്ടുണ്ട് ഇവൾ. ഇത് പിന്നെ ക്യാമറ കൊടുത്ത ആളുടെ ഒരു കലാവിരുതാണ്. പിന്നെ അങ്ങോട്ട് യാത്ര പറച്ചിൽ, കരച്ചിൽ. സത്യം പറഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെ ഞാൻ പോകുന്നത് വരെ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. എനിക്കറിയാം അവർക്കൊക്കെ വിഷമമുണ്ട് എന്ന് എനിക്കറിയാം. കാരണം ഇതിൽ ഇവരെ 2 പേരെ ഒഴിച്ച് ബാക്കി ഇവരെ 3 പേരെ ഞാൻ ഇനിയും കാണും. പിന്നെ ആ കിടക്കുന്നത് എൻ്റെ യൂണിഫോം കേസ്. ഞാനതവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. ഓക്കെ, ഞാൻ എന്തായാലും കരയാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞത്, അയ്യോ എനിക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ കണ്ടിട്ട് തന്നെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തായാലും ഇവരെ ഇനിയും ഞാൻ കാണും, എനിക്ക് ഉറപ്പുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഇവളുടെ ചേട്ടൻ്റെ മാരേജാണ് ഇനി. അപ്പം അതിനെന്തായാലും ഞാൻ പോവും, അപ്പോഴൊക്കെ ഇവരെ കാണും. പക്ഷെ അവിടെ ഇനി ഒരിക്കലും നമ്മൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് സങ്കടം. കാരണം ഞാൻ ഏറ്റവും വെറുക്കുന്നൊരു സ്ഥലമാണ് സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ച സ്ഥലം, കോയമ്പത്തൂർ എന്ന് പറയുന്നൊരു സ്ഥലം. പക്ഷേ അവിടെ എന്നെ അത്രയെങ്കിലും പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് എനിക്ക് തുടങ്ങിയത് ഇവർ കൂടെ വന്നതിന് ശേഷമാണ്. അത്രയ്ക്ക് അടിപൊളി ആൾക്കാരാണ്. എന്തായാലും അവിടെ ഇനി ഒരിക്കലും അവരെ കാണില്ല എന്നുള്ളതാണ് എൻ്റെ സങ്കടം. പിന്നെ നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ യാത്ര തിരിച്ചു. അപ്പോൾ പാലക്കാട് ഞങ്ങളുടെ കൂടെ എപ്പോഴും ട്രിപ്പ് വരാറുള്ള 2 ഗൈസ് ഉണ്ട്. അവരിവിടെ ഇല്ല, ഗൾഫിലാണ്. മിസ് ചെയ്യുന്നുണ്ട് അവരെ. അതിൽ ഒരാളുടെ വൈഫിൻ്റെ വീടാണിത്. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ കയറി അവളെ കണ്ടു. അവൾ വരാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് അവൾ വന്ന പോർഷൻ എടുത്തില്ല. കാരണം അവർക്കൊരു മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയിട്ടാണ് അവൾ വന്നത്. പിന്നെ ഞങ്ങൾ തൃശ്ശൂർ എത്തിയപ്പോഴത്തേന് നെഹദിയിൽ കയറി ഫുഡ് കഴിച്ചു. നെഹദി മന്തിയിൽ കയറി ഫുഡ് കഴിച്ചു. ഇനി ഞാൻ കോയമ്പത്തൂരിലെ നെഹദി മന്തിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടുത്തെ സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവൻ എങ്ങനെ ഇരുന്ന് തിന്നുകയാണെന്ന് കാണിച്ചു തരികയാണ്. ഞാൻ ഓൾറെഡി തിന്നു കഴിഞ്ഞു. കാരണം എനിക്കങ്ങനെ കുറച്ച് ഗ്യാപ്പ് വിട്ട് ഫുഡ് കഴിക്കുമ്പോഴത്തേന് എന്നെക്കൊണ്ട് പറ്റത്തില്ല ഒരുപാട് കഴിക്കാൻ. പക്ഷേ ഇവരൊക്കെ സൂപ്പറായിട്ട് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഇതെന്തോ പള്ളിപ്പെരുന്നാളിൻ്റെ എന്ത് സംഭവമാണെന്ന് എനിക്കറിഞ്ഞൂടാ. യേശുവിനെ കൊണ്ടുപോകുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ആരെങ്കിലും തൃശ്ശൂരുള്ള ആൾക്കാരാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്കിത് അറിയാവുമെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എനിക്ക് സംഭവമൊന്നും അറിയില്ല. ആക്ച്വലി ബൈ റോഡ് നമ്മൾ ട്രിപ്പ് പോകുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണാം, ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര നമ്മൾ ഈ ഒറ്റടിക്ക് ഇരുന്ന് പോകുന്നതിനെക്കാട്ടി ഇങ്ങനെ പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഇത് കൊച്ചി സ്റ്റേഡിയമാണ്. സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഉള്ളൊരു കടയിൽ നിന്ന് കരിക്കിൻ ഷേക്ക് കുടിച്ചു. ഞാനിപ്പോൾ ഭയങ്കര അഡിക്റ്റാണ് ഈ കരിക്കിൻ ഷേക്കിന്. ഈ കാണുന്നതെല്ലാം എൻ്റെ സാധനങ്ങളാണ് കേസ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് കവറ്, ബാഗ്, കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വഴിയിൽ നിന്ന് 2 ചാക്ക് വാങ്ങി കേസ്. 2 ചാക്ക് വാങ്ങിയിട്ട് അതെല്ലാം അതിൻ്റെ അകത്തോട്ടാക്കുകയാണ്. ഞാൻ ഇതിലൊന്നിലും ഇടപെടുന്നില്ല. കാരണം എനിക്ക് ചെയ്തു തരാൻ അവരുണ്ടപ്പോൾ പിന്നെ ഞാൻ എന്തിനും ഇടപെടണം? ഓക്കെ, അങ്ങനെ ഞാൻ സൂപ്പർ ടയേർഡായി. എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയായിരിക്കും ഞാൻ ഡള്ളായി ഒരുമാതിരി ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നുണ്ട് എങ്ങനെ പോയാലും 1 മണി ആ സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ഞാൻ പൊറോട്ടയും ബീഫ് ഫ്രൈയും ചിക്കൻ കറിയും യെസ് അതവിടെ ഉണ്ടായിരുന്നുള്ളൂ ഗേസ്, വെളുപ്പിനൊക്കെ അല്ലേ. അപ്പം നമ്മൾ അതെല്ലാം കഴിഞ്ഞു, സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുവച്ചു. ഇപ്പം മണി 3:30.
അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞ് ട്രിപ്പിൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിങ്ങനെ എടുത്തെടുത്ത് പഠിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.